പ്രിയമുള്ള സുഹൃത്തുക്കളെ, പെൻഷൻ നൽകുന്നതിന് അടിയന്തിരമായി കടമെടുക്കാൻ അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവിറക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം അടിയന്തിരമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്രം പ്രതികരിച്ചത്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് കേന്ദ്രത്തിന്റെ തീരുമാനത്തിൽ പ്രശ്നമില്ല എന്നും അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. ധനകാര്യ മാനേജ്മെന്റിന്റെ പരാജയം മറയ്ക്കാനാണ് കേരളം സ്യൂട്ട് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചതെന്നും അറ്റോർണി ജനറൽ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ കേന്ദ്രത്തിന്റെ എതിർപ്പ് അവഗണിച്ച് ഇടക്കാല ഉത്തരവിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയ സാമ്പത്തിക ധനകാര്യ മാനേജ്മെന്റ് നയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കേരളം സ്യൂട്ട് ഹർജിയിൽ ഉന്നയിക്കുന്നത് എന്ന് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാണിച്ചു. നയത്തിനനുസരിച്ചിട്ടാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് എന്നും അറ്റോർണി ജനറൽ പറഞ്ഞു. എന്നാൽ ധനകാര്യ മാനേജ്മെന്റിന്റെ വലിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിനുണ്ടായത് എന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കി. ഇത് മറയ്ക്കാനുള്ള ശ്രമമാണ് കേരളം ഇപ്പോൾ നടത്തുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവിറക്കണമെന്ന ആവശ്യം കേരളം ഇന്നും സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31 തീയതിക്കകം പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഉൾപ്പെടെ പണം അയക്കേണ്ടതുണ്ട്. ഇതിന് പുറമെ പെൻഷൻ ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് അടിയന്തിരമായി ഇടക്കാല ഉത്തരവിനു വേണ്ടി നൽകിയ അപേക്ഷ പരിഗണിക്കണമെന്ന് കേരളത്തിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി ആദ്യ ആഴ്ച ബജറ്റ് അവതരിപ്പിക്കേണ്ടതാണെന്നും അതിനാവശ്യമായ പണത്തിന് കടമെടുക്കേണ്ടി വരുമെന്നും കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ബജറ്റും കടമെടുപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അറ്റോർണി ജനറൽ പറഞ്ഞു. കേന്ദ്ര തീരുമാനത്തോട് 33 സംസ്ഥാനങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കേരളത്തിന് പുറമെ മറ്റ് പല സംസ്ഥാനങ്ങളും ഇതേ പ്രതിസന്ധി നേരിടുന്നു എന്ന് കപിൽ സിബൽ മറുപടി നൽകി. സംസ്ഥാന സർക്കാരിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബലിന് പുറമെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറിപ്പ്, സ്റ്റാൻഡിംഗ് കൗൺസിലർ സി കെ ശശി ഇവർ രണ്ടുപേരും ഹാജരായിട്ടുണ്ട്. ഇതേസമയം UAE സഹായത്തോടെ സംസ്ഥാനത്തെ ടൂറിസം ടൗൺഷിപ്പുകൾ വികസിപ്പിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിടാൻ കേരള സർക്കാർ ഒരുങ്ങുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നെങ്കിലും ടൂറിസം രംഗത്ത് UAE നിർദ്ദേശവുമായി മുന്നോട്ടു പോകാൻ LDF സർക്കാർ തീരുമാനിച്ചു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത്. UAE സഹായത്തോടെ വാഗമണ്ണിലും മൂന്നാറിലും ടൗൺഷിപ്പുകൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി പഠിക്കാൻ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ 6 അംഗ വർക്കിംഗ് ഗ്രൂപ്പിന് റവന്യൂ, LSD പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്ക് പുറമെ ടൂറിസം സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ, വനം വകുപ്പുകളുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ എന്നിവരും ഉൾപ്പെടും. ജനുവരി 18 തീയതി ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പദ്ധതിയുടെ എല്ലാ വശങ്ങളും പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഈ ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മൊത്തത്തില് പണം ഇറക്കാൻ തന്നെയാണ് UAE തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം UAE സർക്കാരിന്റെ ഇടപെടലിന്റെ സ്വഭാവം ഉത്തരവിൽ പരാമർശിക്കുന്നില്ല. ഏത് നിക്ഷേപത്തിനും കേന്ദ്ര അനുമതി ആവശ്യമാണ്. പദ്ധതിക്കായി സ്വകാര്യ നിക്ഷേപം തേടുമോ എന്ന കാര്യത്തിലും ഉത്തരവിൽ മൗനം പാലിക്കുകയാണ്. മുഴുവൻ നടപടികളും പ്രാഥമിക ഘട്ടത്തിലാണെന്ന് ടൂറിസം സെക്രട്ടറി കെ ബിജു വ്യക്തമാക്കുന്നു. UAE ഗവൺമെന്റ് ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. കൂടാതെ ഞങ്ങൾ പ്രാരംഭ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ സാധ്യതകൾ ഉൾപ്പെടെ എല്ലാ വശങ്ങളും വർക്കിംഗ് കമ്മിറ്റി പഠിക്കും. കെ ബിജുവിനെ ഉദ്ധരിച്ച് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. 2023 ഏപ്രിലിൽ UAE അംബാസഡറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പശ്ചിമേഷ്യൻ രാജ്യം ഹിൽ സ്റ്റേഷനുകളിൽ ടൂറിസം ടൗൺഷിപ്പുകൾ വികസിപ്പിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചത്. നിർദ്ദേശം പഠിക്കാൻ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചിരുന്നു. 2023 ഡിസംബർ 13 തീയതി ടൂറിസം വകുപ്പ് പദ്ധതി റവന്യൂ വകുപ്പിനെ അറിയിച്ചു. ഇതേ തുടർന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അനുയോജ്യമായ പ്ലോട്ടുകൾ കണ്ടെത്തുന്നതിന് നിർദ്ദേശം നൽകി. 2019 തൃശൂർ വടക്കാഞ്ചേരിയിൽ ഒരു ഭവന പദ്ധതിക്കും ആശുപത്രിക്കുമുള്ള കരാറിലും 2 രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. എന്നാൽ കമ്മീഷനുകളും കൈക്കൂലിയും നൽകിയെന്നാരോപിച്ച് പദ്ധതി വിവാദത്തിൽ അകപ്പെട്ടു. ഇതേ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്
കേസ് രജിസ്റ്റർ ചെയ്യുകയും അഴിമതി കേസിൽ പേരുള്ള പലരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം കേരളത്തിന് ധനസഹായം നൽകാനുള്ള UAE സർക്കാരിന്റെ സന്നദ്ധത കേന്ദ്ര സർക്കാരിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അതേസമയം മൂന്നാറിലും വാഗമണ്ണിലും നിർദ്ദിഷ്ട പദ്ധതിയുടെ പാരിസ്ഥിതിക ആഘോഷത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിൽ നിർമ്മാണം സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ട് കേരളം സമർപ്പിച്ച അപേക്ഷ സുപ്രീം കോടതിയിൽ അടിയന്തിരമായി കേൾക്കേണ്ട ആവശ്യമില്ലെന്നും കിട്ടാത്ത കുടിശ്ശികയും ഉടനടിയും തീർപ്പാക്കുന്നതിന് സംസ്ഥാനം 26,226 കോടി രൂപ കടമെടുക്കുന്നതിൽ നിന്ന് യൂണിയനെ തടയുന്നതിനുള്ള നിരോധന ഉത്തരവ് ഉൾപ്പെടുന്നു ബാധ്യതകൾ. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന് മുമ്പാകെ ഹാജരായ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി കേരളം തങ്ങളുടെ പരാജയങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നാണ് എതിർത്തത്. നിങ്ങൾക്ക്, അതായത് കേരള സംസ്ഥാനത്തിന് കോടതിയുടെ ഇളവ് വേണം. ദയവായി എന്റെ പരാജയങ്ങൾ മറയ്ക്കാൻ എന്നെ അനുവദിക്കൂ. എനിക്ക് അനുകൂലമായി ഉത്തരവിടൂ എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത പരാജയമാണ് എന്നും ശ്രീ വെങ്കിട്ടരമണി സമർപ്പിച്ചു. സുപ്രീം കോടതിയിൽ ഒരു അസൽ കേസിന്റെ ഭാഗമായി സമർപ്പിച്ച ഇടക്കാല അപേക്ഷയിൽ നേരത്തെ വാദം കേട്ട് തീരുമാനമെടുക്കണമെന്ന് കേരളത്തിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലും അഭിഭാഷകൻ CK ശശിയും നൽകിയ അഭ്യർത്ഥനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131 പ്രകാരം ഫയൽ ചെയ്ത സ്യൂട്ട് കേന്ദ്ര ഭരണത്തിന്റെ ഫെഡറൽ ഘടനയെ ലംഘിക്കുന്നതാണെന്നും സംസ്ഥാനത്തിന്റെ ധനകാര്യത്തിൽ ഇടപെട്ട് തുച്ഛമായ വിഭവങ്ങളുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ നാശം വരുത്തുകയാണെന്നും ആരോപിച്ചു. സംസ്ഥാനത്തിന് സമയപരിധി കഴിഞ്ഞു എന്ന് ചൂണ്ടിക്കാണിച്ച് അപേക്ഷയിൽ ഉടനടി ഇടക്കാല തീരുമാനത്തിനു വേണ്ടി കപിൽ സിബൽ സമ്മർദ്ദം ചെലുത്തി. മാർച്ച് 31-ാം തീയതിക്ക് മുമ്പ് എനിക്ക് പണമടയ്ക്കാൻ കഴിയില്ല, ബജറ്റ് അവതരിപ്പിക്കണം, അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഇടക്കാല ആശ്വാസത്തെ അറ്റോർണി ജനറൽ എതിർത്തു. കേസ് പ്രധാനമായും ദേശീയ സാമ്പത്തിക മാനേജ്മെന്റ് നയവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. ആദ്യം അപേക്ഷയും പിന്നീട് കേസും കഷ്ണങ്ങളായി കേസ് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് വെങ്കിട്ടരമണി പറഞ്ഞു. ആപ്ലിക്കേഷനുമായി ഇടപെടുന്നത് നിങ്ങൾക്ക് കേസിന്റെ വെട്ടിച്ചുരുക്കിയതും പരിമിതവുമായ കാഴ്ചപ്പാട് മാത്രമേ നൽകൂ. കേസിൽ ഒരു വലിയ ചോദ്യം ഉൾപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ രണ്ടാമത്തെ വാദം ഈ സ്യൂട്ട് തന്നെ നിലനിർത്താൻ കഴിയില്ല എന്നതാണെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. സ്യൂട്ടിന് ബജറ്റുമായി ബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ പോലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാണ് നിങ്ങളുടെ പ്രശ്നമെന്നും മിസ്റ്റർ വെങ്കിട്ടരമണി പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് യൂണിയനുമായി ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന് കപിൽ സിബൽ തിരിച്ചടിച്ചു. ഒരു ഫെഡറൽ ഭരണ സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്തിന് അതിന്റെ ബജറ്റും കടമെടുപ്പും തയ്യാറാക്കി കൈകാര്യം ചെയ്യുന്നതിലൂടെ അതിന്റെ ധനകാര്യം നിയന്ത്രിക്കാനുള്ള പ്രത്യേക അധികാരമുണ്ടെന്ന് യഥാർത്ഥ സ്യൂട്ടിൽ പറയുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഉത്തരവുകൾ സംസ്ഥാന ബജറ്റിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നു എന്ന് കേരളം പറഞ്ഞു. കേന്ദ്രത്തിന്റെ സമീപകാല നടപടികളും ഭേദഗതികളും എക്സിക്യൂട്ടീവ് ഉത്തരവുകളും കേരളത്തെ കൂലിപ്പണിയുടെ അവസ്ഥയിലേക്ക് ഒതുക്കാനാണ് കണക്കാക്കിയതെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. കേരളത്തിന്റെ പൊതുകടം, പബ്ലിക് അക്കൗണ്ട്, സംസ്ഥാനത്തിന്റെ ഏകീകൃത ഫണ്ട് എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലീനറി അധികാരത്തെ അത് വികലമാക്കി. സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ സൃഷ്ടിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക, അതിന്റെ കടമെടുക്കലുകളിൽ പുതിയ നിർമ്മാണം നടത്തുക, അതിന്റെ ഏകീകൃത ഫണ്ടിന്റെ സെക്യൂരിറ്റിയിൽ കടമെടുക്കുകയും ചെയ്യുക, കേരളത്തിന്റെ വാർഷിക ബജറ്റ് നിർവചിക്കാനും ഫണ്ട് അനുവദിക്കുന്നതിന് നിയമസഭയുടെ അംഗീകാരം തേടാനും പോലും കേരളത്തിന്റെ ഭരണഘടനാപരമായ പ്രത്യേക അധികാരത്തിൽ കേന്ദ്രത്തിന്റെ നടപടികൾ ഇടപെട്ടു. ഓപ്പൺ മാർക്കറ്റ് ഉൾപ്പെടെ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും കടമെടുക്കുന്നത് പരിമിതപ്പെടുത്തിക്കൊണ്ട് ഏകപക്ഷീയമായ രീതിയിൽ സംസ്ഥാനത്തിന് കേന്ദ്രം നെറ്റ് ബോറോയിങ് സീലിംഗ് ഏർപ്പെടുത്തിയതായി കേരളം പറഞ്ഞു. 2003 ഫിക്സഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ടിൽ വരുത്തിയ ഭേദഗതികൾ സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ മേഖലയിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റത്തിന് തുല്യമാണെന്ന് സംസ്ഥാനം വാദിച്ചു. ഭരണഘടനയുടെ
246 ഭരണഘടനാ വിരുദ്ധമായ പരിമിതികളും സംസ്ഥാനത്തിന്റെ സ്വന്തം ധനകാര്യം നിയന്ത്രിക്കാനും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഭേദഗതികൾ ഫിസിക്കൽ ഫെഡറലിസം ലംഘിച്ചു എന്നും അവർ വാദിക്കുകയുണ്ടായി. നന്ദി.